പക്ഷെ അവിടെ കോടിക്കണക്കിന് രൂപയുടെ നഷ്ടം ഉണ്ടായിട്ടുണ്ടെന്നൊരു യാഥാർത്ഥ്യമാണ്. അത്രയും ദിവസം ജവാന്റെ ഉൽപ്പാദനം, തദ്ദേശീയമായൊരു മദ്യോൽപാദനം ഇവിടെ നിലയ്ക്കുമ്പോൾ അതിൻ്റെ ബെനിഫിഷ്യറി ആവുന്നത് മറ്റ് അല്ലെങ്കിൽ മറ്റു തരത്തിലുള്ള ഇതിൻ്റെ പ്രോഡക്ട്സ് കൊടുക്കുന്ന ആളുകൾക്ക്. ജവാനുമായി ബന്ധപ്പെട്ട് വലിയൊരു പ്രതിസന്ധി നിൽപ്പുണ്ട്. അത് ഇതുവരെയും പുനരാരംഭിക്കാൻ സാധിച്ചിട്ടില്ല. ടെൻഡർ നടപടികൾ പാതി വഴിയിൽ മുടങ്ങിക്കിടക്കുകയാണ്. അത് വലിയ പ്രതിസന്ധി ഉണ്ടാകുമെന്ന് അതുമായി ബന്ധപ്പെട്ട് ജോലി ചെയ്യുന്നവരടക്കം പറയുന്നു. അങ്ങ് തന്നെ 2 തവണ യോഗം വിളിച്ചതാണ്. അതിൻ്റെ നിലവിലെ ഒരു അവസ്ഥ എന്താണ്? അതും LDF സർക്കാർ സൃഷ്ടിച്ചൊരു പ്രതിസന്ധിയാണ്. ഈ ഗവൺമെൻറ് അധികാരത്തിൽ വരുന്നതിന് മുൻപ് ഒരു മാസം, ഏപ്രിൽ മാസം 20-ാം തീയതി ഈ ട്രാവൻകൂർ ഷുഗേഴ്സിൽ 2 തരം മദ്യമാണ് ഉൽപ്പാദിപ്പിക്കുന്നത്. ഒന്ന് 750 ml കുപ്പിയിലുള്ള മദ്യവും മറ്റൊന്ന് 1000 ml. ഏപ്രിൽ 20-ന് തന്നെ 750 ml കുപ്പിയുടെ ഉൽപ്പാദനം നിലച്ചു. അതായത് നമ്മുടെ ഗവൺമെൻറ് അധികാരത്തിൽ വരുമ്പോൾ തന്നെ ഒരു മാസമായിട്ട് ആ കുപ്പിയുടെ ഉൽപ്പാദനം ഉണ്ടായിരുന്നില്ല. രണ്ടാമത്തെ 1000 ml ഉൽപ്പാദനം കഴിഞ്ഞ ദിവസങ്ങളിലാണ് നിലച്ചത്. യഥാർത്ഥത്തിൽ ഇത് ഗവൺമെൻറ്റിൻ്റെ ശ്രദ്ധയിൽ ബിവറേജ് മാനേജ്മെൻറ്റോ ഇതുമായി ബന്ധപ്പെട്ട ആളുകളോ ശ്രദ്ധയിൽപ്പെടുത്തിയില്ല എന്നുള്ള ഗുരുതരമായ വീഴ്ചയുണ്ട് എന്നുള്ള കാര്യം ഞാൻ വളരെ കൃത്യമായി തന്നെ പറയുകയും ടാക്സ് സെക്രട്ടറിയോട് അന്വേഷണ റിപ്പോർട്ട് നൽകാനായിട്ട് ആവശ്യപ്പെടുകയും ചെയ്തിട്ടുണ്ട്. 750 ml പ്രൊഡക്ഷൻ നിലയ്ക്കാൻ കാരണം അന്ന് തന്നെ ഈ കുപ്പികൾ സപ്ലൈ ചെയ്യുന്ന കമ്പനികളുമായി അവർക്ക് വേണ്ടത്ര നൽകാൻ സാധിച്ചില്ല. അതിൻ്റെ ടെൻഡറിങ് നടപടികൾ യഥാർത്ഥത്തിൽ ആവശ്യമായ ഡോക്യുമെൻറ്റ്സ് നൽകാച്ചുകൊണ്ട് ടെൻഡറിങ് നടന്നില്ല എന്നുള്ളതാണ് മാനേജ്മെൻറ്റ് റിപ്പോർട്ട്. 1000 ml കാര്യത്തിൽ ഉണ്ടാകുന്ന സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ സ്റ്റിക്കറും മറ്റ് ബോർഡുകളും മറ്റ് കാർട്ടൺ ബോർഡുകളും ഒക്കെ തന്നെ സപ്ലൈ ചെയ്യുന്ന ടെൻഡറുകൾ ഇല്ലാതെയായി. ആ റീടെൻഡറിങ് നടപടികളും യഥാർത്ഥത്തിൽ ആവശ്യമായ രേഖകൾ വെക്കാത്തതുകൊണ്ട് ടെൻഡറിങ് നടന്നില്ല. ഇതറിഞ്ഞപ്പോൾ തന്നെ അടിയന്തരമായി തന്നെ ബിവറേജ് കോർപ്പറേഷൻ്റെ മാനേജ്മെൻറ്റിനെയും ട്രാവൻകൂർ ഷുഗർ മില്ലിൻ്റെ ഇതിലെയും എക്സൈസ് ഡിപ്പാർട്ട്മെൻറ്റ് ഉൾപ്പെടെ അടിയന്തര മീറ്റിംഗ് കൂടി ടെൻഡർ നടപടി തുടങ്ങാൻ തീരുമാനിച്ചു. ടെൻഡർ നടപടി തുടങ്ങാൻ തീരുമാനിക്കുന്ന ഈ ടെൻഡർ ആയതുകൊണ്ട് 7 ദിവസം വേണ്ടി വരും. അപ്പോൾ ഈ ടെൻഡർ നടപടികൾ നടക്കുന്നതിനിടയിൽ ഈ ഇല്ലാത്ത ഉൽപ്പന്നങ്ങൾ, അതിന് ഈ കുപ്പിയും സ്റ്റിക്കർ തുടങ്ങിയ കാര്യങ്ങൾ പ്രൊക്യൂർ ചെയ്യാൻ വേണ്ടി സ്പെഷ്യൽ സാങ്ഷന് വേണ്ടി ഗവൺമെൻറ് ചീഫ് സെക്രട്ടറിക്കും മുഖ്യമന്ത്രിക്ക് മുമ്പായ ഫയൽ പോയിട്ടുണ്ട്. ഇന്നലെ കഴിഞ്ഞ ദിവസമാണ് മീറ്റിംഗ് കൂടി കൊടുത്തത്. അടുത്ത ദിവസങ്ങളിൽ തന്നെ അപ്പോൾ അവർ സമയം 2-3 ദിവസം ഈ മെറ്റീരിയൽസ് വരാനുള്ള സമയമുണ്ട്. അടിയന്തരമായി തന്നെ ഉൽപ്പാദനം പുനരാരംഭിക്കും. പക്ഷെ അവിടെ കോടിക്കണക്കിന് രൂപയുടെ നഷ്ടം ഉണ്ടായിട്ടുണ്ടെന്നൊരു യാഥാർത്ഥ്യമാണ്. ഞാനതാ പറഞ്ഞു വന്നത്. ഏപ്രിൽ 20-ന് ഉൽപ്പാദനം നിലയ്ക്കുമ്പോൾ അതിനും 3 മാസം മുമ്പ് ടെൻഡർ കഴിഞ്ഞാൽ പിന്നെ ടെൻഡർ നീട്ടിക്കൊടുത്തതാണ്. പക്ഷേ ടെൻഡർ നീട്ടിക്കൊടുക്കാനുള്ള റീടെൻഡർ പരിപാടി തുടങ്ങിയത് തന്നെ 40 ദിവസം കഴിഞ്ഞിട്ടാണ്. അപ്പോൾ ആർക്കായിരുന്നു ആ കാലഘട്ടത്തിൽ ഇത് നീണ്ടുപോകണമെന്നുള്ള നിർബന്ധം? കാരണം അത്രയും ദിവസം ജവാന്റെ ഉൽപ്പാദനം, തദ്ദേശീയമായൊരു മദ്യോൽപാദനം ഇവിടെ നിലയ്ക്കുമ്പോൾ അതിൻ്റെ ബെനിഫിഷ്യറി ആവുന്നത് മറ്റ് അല്ലെങ്കിൽ മറ്റു തരത്തിലുള്ള ഇതിൻ്റെ പ്രോഡക്ട്സ് കൊടുക്കുന്ന ആളുകൾക്ക്, സ്വകാര്യ കമ്പനി ഉൾപ്പെടെ ആവാം അതിൻ്റെ അകത്ത്. അപ്പോൾ ഞാനത് സംബന്ധിച്ച് റിപ്പോർട്ട് അടിയന്തരമായിട്ട് നൽകാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. അതിൻ്റെ ഫിനാൻഷ്യൽ ലോസ് കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുണ്ട്. ആവശ്യമാണെങ്കിൽ കൂടുതൽ അന്വേഷണം നടത്തുകയും അതിലേക്ക് കൂടുതൽ നടപടികളിലേക്ക് പോവുകയും ചെയ്യും. എന്തായാലും റിപ്പോർട്ട് വെയിറ്റ് ചെയ്യുകയാണ്. ബജറ്റിന് ശേഷം അടുത്ത ദിവസങ്ങളിൽ തന്നെ അക്കാര്യത്തിൽ തീരുമാനമുണ്ടാകും. ഇതിൽ ബിവറേജ് MDക്ക് 4 തവണ കത്ത് നൽകിയിട്ട് അദ്ദേഹത്തിൻ്റെ ഭാഗത്തുനിന്ന് ഒരു മറുപടി ഉണ്ടായാലും അദ്ദേഹത്തിൻ്റെ ഭാഗത്തൊരു നിസ്സഹകരണ മനോഭാവമാണ് എന്ന ആരോപണങ്ങൾ ഉയരുന്നുണ്ട്. അതിലെന്തെങ്കിലും വസ്തുതയുണ്ടോ? അദ്ദേഹത്തിനോട് സംസാരിച്ചിട്ടുണ്ട്? അന്വേഷണത്തിൻ്റെ ഭാഗമില്ല. അപ്പോൾ അദ്ദേഹമായിട്ട് അന്നത്തെ മീറ്റിംഗിൽ ഈ വിഷയങ്ങളെല്ലാം തന്നെ ചർച്ച ചെയ്യപ്പെട്ടിട്ടുണ്ട്. വ്യത്യസ്തമായ കാര്യങ്ങൾ അവിടെ ചർച്ച ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഞാനതിപ്പോൾ ഇവിടെ പറയാം. അതെല്ലാം മിനിറ്റ്സ് ചെയ്യപ്പെട്ടിട്ടുള്ള കാര്യങ്ങളാണ്. സർക്കാരിൻ്റെ രേഖകളുണ്ട്. എന്തൊക്കെ സംസാരിച്ചു, എന്തൊക്കെയാണ് അവിടെ ഉയർന്നു വന്ന കാര്യങ്ങളൊക്കെ തന്നെ മിനിറ്റ്സിലുണ്ട്. അത് ഗവൺമെൻറ് ഫയലിൻ്റെ ഭാഗമാണ്. ഞാനത് പറയാൻ ആഗ്രഹിക്കുന്നില്ല. പക്ഷേ അന്വേഷണം ടാക്സ് സെക്രട്ടറി നടത്തുമ്പോൾ എല്ലാ ഘടകങ്ങളും അതിനകത്ത് എവിടെയാണ് മാനേജ്മെൻറ്റ് വീഴ്ച ഒരു ഘടകമല്ല. ഇപ്പം തന്നെ ട്രാവൻകൂർ ഷുഗർ പോലെയുള്ള ഒരു സ്ഥാപനം, അതുപോലെ മലബാർ ഡിസ്റ്റിലറി, മലബാറിലും സമാനമായ ഡിസ്റ്റിലറി ഉണ്ട്. ഇവിടെയൊക്കെ ജനറൽ മാനേജർ തസ്തികയിൽ ഇരിക്കുന്നത് ബിവറേജിലെ ഒരു റീജിയണൽ മാനേജർമാർ, ഉദ്യോഗസ്ഥന്മാരാണ് നിലവിൽ. ഞങ്ങളതിൻ്റെ മാനേജ്മെൻറ്റ് തന്നെ, അതായത് ഇത്രയും പ്രധാനപ്പെട്ട കോടിക്കണക്കിന് രൂപ സർക്കാരിന് റവന്യൂ നൽകുന്ന സ്ഥാപനങ്ങളുടെ മാനേജ്മെൻറ്റിൽ തന്നെ യഥാർത്ഥത്തിൽ മുൻകാലങ്ങളിൽ ഇരുത്തിയത് വളരെ അൺപ്രൊഫഷണലായ സമീപനങ്ങളാണ്. ഞാനത് ഉൾപ്പെടെ മുഴുവൻ കാര്യങ്ങളിലും മാറ്റം ഉൾപ്പെടെയുള്ള കാര്യങ്ങളാണ്. എങ്ങനെ ഏറ്റവും ഫലപ്രദമായി ഇത്തരം കമ്പനികളെ മാനേജ് ചെയ്യാവുന്ന റിപ്പോർട്ടാണ് ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് ആവശ്യപ്പെട്ടിരിക്കുന്നത്. MDL ഒരു നടപടികളും ഇതുവരെ ആരംഭിച്ചിട്ടില്ല. അതാണ് ഞാൻ പറഞ്ഞത്. 17 കോടി രൂപയുടെ ഇൻവെസ്റ്റ്മെൻറ്റ് അവിടെ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ അവിടെ ഈ മിന്നൽ മാജിക് എന്ന് പറയുന്ന ബ്രാൻഡിയുടെ ഉൽപ്പാദനത്തെക്കുറിച്ചാണ് വരുന്നത്. അവിടെയും മുൻ ടെൻഡർ നടപടികളൊന്നും തന്നെ നടന്നിട്ടില്ല. അപ്പോൾ ഈ 2 ഉൽപ്പാദനത്തിനാവശ്യം മെഷീനറി ഇൻസ്റ്റാൾ ചെയ്തു എന്നതിനപ്പുറത്ത് ടെൻഡർ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ വന്നിട്ടില്ല. ഇവിടെ 2 കാര്യങ്ങൾ തീരുമാനിക്കേണ്ടി വരും. ആ മദ്യം ഉൽപ്പാദിപ്പിക്കണമെന്നുള്ളതൊരു പോളിസി ഡിസിഷനാണ്. അത് പൊതുവായി തീരുമാനിക്കേണ്ട കാര്യമാണ്. 2, അങ്ങനെ ഉൽപ്പാദിപ്പിക്കണം എന്നുണ്ടെങ്കിൽ മുഴുവൻ മെറ്റീരിയൽസും ടെൻഡറിലൂടെ പൂർത്തീകരിക്കണ്ടേ? അതിൻ്റെ ഒരു നടപടികളും കഴിഞ്ഞ ഗവൺമെൻറ് ചെയ്തിരുന്നില്ല.
അതാണ് അതിൻ്റെ കാര്യം. എന്നത്തേക്ക് നമുക്ക് ഈ ജവാന്റെ ഉൽപ്പാദനം അതിന് അടിയന്തര രണ്ടോ മൂന്നോ ദിവസത്തിനകം തന്നെ എൻ്റെ ഉൽപ്പാദനങ്ങൾ പുറപ്പെടുവിക്കാൻ സാധിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. കാരണം ഈ മെറ്റീരിയൽസ് പ്രൊക്യൂർ ചെയ്യണമല്ലോ. ഒരു ടെൻഡറും നിലവിലില്ല. എല്ലാ ടെൻഡറുകളും നേരത്തെ കഴിഞ്ഞുപോയി. ഈ ടെൻഡറിങ്ങുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നടന്നില്ല. അപ്പോൾ ഗവൺമെൻറ്റിൻ്റെ ശ്രദ്ധയിൽപ്പെട്ടതിന് ശേഷം അടിയന്തരമായി ഉണ്ടായ മീറ്റിങ്ങിലൂടെയാണ് ഈ കാര്യങ്ങൾ തീരുമാനമുണ്ടായിരിക്കുന്നത്. അപ്പോൾ മാർക്കറ്റിൽ നിന്ന് ടെൻഡർ അല്ലാതെ ഈ മെറ്റീരിയൽസ് പ്രൊക്യൂർ ചെയ്യേണ്ടതുണ്ട്. അതാണ് ഇപ്പോൾ വെയിറ്റ് ചെയ്യുന്നത്. അപ്പോൾ അദ്ദേഹം വിവിധ വിഷയങ്ങളിലുള്ള സർക്കാർ നിലപാടാണ് വ്യക്തമാക്കിയത്. വീഡിയോ ജേർണലിസ്റ്റ് നന്ദകിഷോറിനൊപ്പം റിപ്പോർട്ടർ ഗോപാൽ ശീലാസനൻ, ഇൻ റിപ്പോർട്ടർ, തിരുവനന്തപുരം.